ഹേ ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ടിപ്സ് പറയാൻ പോവാണ് അല്ലേ. കുറേ ദിവസമായി ഷൂവിൻ്റെ ഒന്നും വീഡിയോ എടുത്ത് കുറേ ഗെയിമിങ്ങിൻ്റെ വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് സമയമില്ല. അപ്പോൾ പിന്നെ ഗെയിം ആകുമ്പോൾ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാം. അത് പിന്നെ വേഗം കഴിയും. എഡിറ്റിംഗ് ഒക്കെ നമുക്ക് രാത്രി വല്ല ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് മേജറായിട്ട് വന്നത് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് ഷൂവിൻ്റെ ഉള്ളിൽ നാറ്റടിക്കുന്നു. അപ്പോൾ ഇത് മെയിനായിട്ട് വരാനുള്ള കാരണം സോക്സ് ഇടാണ്ട് ഷൂ ഇട്ടിട്ടാണ്. അപ്പോൾ എന്താ പറയുക, അതിനുള്ള ടിപ്സാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ സോക്സ് ഇടേണ്ടതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നല്ല വൃത്തിയുള്ള സോക്സ് വേണം, എന്നാൽ നല്ലോണം ഇതാവും. എന്നാലും നമ്മൾ ലോങ്ങൊക്കെ പോകുമ്പോൾ സോക്സ് ഇങ്ങനെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഉള്ള ചളി എന്താ പറയുക വീണ്ടും ഇതിൻ്റെ അകത്ത് കിടന്ന് സർക്കുലേറ്റ് ആയിട്ട് മണം പിടിക്കുക. അപ്പോൾ നല്ല കഴുകിയ സോക്സ്. പിന്നെ നിങ്ങൾ സോക്സ് ഇടുന്നതിന് മുന്നേ കാലൊക്കെ നല്ലോണം വൃത്തിയായിട്ട് കഴുകുക. വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുള്ളവർക്ക് എന്താ പറയുക, വൃത്തിയായിട്ട് കാലൊക്കെ കഴുകി സോക്സ് ഇട്ടിട്ട് ഷൂ ഇടുക. ഇനിയിപ്പോൾ അറിയാണ്ട് സോക്സ് ഇടാണ്ട് ഷൂ ഇട്ടെന്ന് വിചാരിച്ചോ, മണം വന്ന് അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് ഇതൊരു സ്പ്രേ ബോട്ടിൽ നമ്മൾ സ്പ്രേ അടിക്കേണ്ടതാണ്. പലർക്കും ഇതറിയാം, എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ സ്പ്രേ അടിക്കുമ്പോൾ ഒരുപാട് നനയ്ക്കുന്ന പോലെ അങ്ങ് അടിക്കരുത്. മെല്ലെ നനയാണ്ട് ഓരോ ഇതായിട്ട് സ്പ്രേ ഇവിടെ തന്നെയല്ലേ കണ്ണ്. അപ്പം നിങ്ങൾ സ്പ്രേ അടിക്കുമ്പോൾ സൂക്ഷിക്കുക. കുറച്ച് ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുക മെല്ലെ. ഇനി അധികം അങ്ങനെ നനയ്ക്കരുത്, ഇടവിട്ട് അടിക്കുക. ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഓക്കെ ആയിട്ടുണ്ടാവും, അധികം നനഞ്ഞിട്ടുമില്ല, നിങ്ങൾ കണ്ട് അറിയാം. അപ്പോൾ പിന്നെ നമ്മൾ സ്പ്രേ അടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ഒരു 4 അടിയൊക്കെ അടിക്കാവും. ഞാനൊരു വാണിംഗ് തരികയാണ്, നിങ്ങൾ അടിക്കുമ്പോൾ വീട്ടിൽ സ്പ്രേ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ റൂമിൽ കയറി നിന്നിട്ട് അടച്ചിട്ടിട്ട് അടിക്കുക. കാരണം ഇത് പെട്ടെന്ന് പകരും. കുറച്ച് കഴിഞ്ഞാലേ ഇത് അതിൻ്റെ ഉള്ളിൽ മാത്രം സർക്കുലേറ്റ് ആവും. അപ്പോൾ നിങ്ങളോട് ഞാൻ പ്രത്യേകമായിട്ട് പറയാം, കാരണം സ്പ്രേ പറ്റാത്തവർക്കൊക്കെ പിന്നെ തലവേദനയും അങ്ങനെ തുമ്മലൊക്കെ വരും. അലർജി പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ സ്പ്രേ ഇഷ്ടമല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഷൂ ഒരു കവറിലിട്ട് പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളിത് പുറത്ത് പോകുമ്പോൾ നല്ലോണം ചളിയായി അപ്പോൾ നിങ്ങളത് കഴുകണമെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഉണ്ട്, ക്ലീനിങ് എയർ ജോർദാൻ 1. അപ്പോൾ അത് കയറി കാണുക. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കഴുകേണ്ടത്. അതൊക്കെ നിങ്ങൾ കയറി കാണുക. ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് കണ്ടേക്ക് അറിയാവുന്നവരെ. അതിനകത്ത് കൂടുതൽ ടിപ്സ് നല്ല ആഴത്തിൽ കഴുകുന്നുണ്ട്. ആഴത്തിൽ മീൻസ് ടിപ്സ് നല്ലോണം പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങളത് കയറി കാണുക. അപ്പോൾ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ ഇടണം എന്നുള്ള ആൾക്കാരായിക്കോട്ടെ, സ്കൂളിൽ ഇട്ട് പോയാൽ എന്താ പറയുക, ചളി പിടിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അല്ലെ ആഴ്ച കൂടുമ്പോൾ എങ്ങാനും ഇട്ട് പോയാൽ മതി. ഇനി എപ്പോഴും ഇടണം എന്നുള്ളവരുണ്ടെങ്കിൽ എപ്പോഴും കഴുകേണ്ടി വരും, കാരണം നല്ല ചളിയായിരിക്കും. അപ്പോൾ മാക്സിമം ഷൂ നീറ്റായിട്ട് കൊണ്ട് നടക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.